ഹേ ഗായ്സ്, ഇന്നലെ വൈകുന്നേരം ഒരു മഴയൊക്കെ പെയ്ത് ചോർന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പൂതി ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഞങ്ങളെ പ്ലാവുമ്മലുള്ള ഒരു ചക്ക അങ്ങോട്ട് പോയി പറിച്ചിട്ടോ. താഴെ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ സുഖയിന് പറിക്കാൻ. അങ്ങനെ അമ്മ അത് പോയി പറിച്ചെടുത്ത് അങ്ങനെ ചക്ക അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അവിടുന്ന് എല്ലാം സെറ്റ് ആക്കാന്ന് വിചാരിച്ച്. ചക്കന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിളഞ്ഞു ഉറ്റി ഉറ്റി പോകുന്നുണ്ടേ. അങ്ങനെ അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇപ്പം പറഞ്ഞു, ഞാൻ മുറിച്ചരാ പറഞ്ഞപ്പം സുഖമായിട്ടോ. ഇപ്പം തന്നെ നമുക്ക് ചക്ക കഷ്ണൊക്കെ ആക്കി തന്ന് നല്ല മൂത്ത ചക്കയിന് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിന്. അപ്പൊ കഴിച്ചു നോക്കിയപ്പോൾ മധുരം ഇല്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒരു ഭാഗം ഇപ്പൊ കറിയും വെക്കാം, ഒരു ഭാഗം നാളെയും കഴിക്കാൻ വിചാരിച്ചു. നാളത്തേക്ക് നല്ല മധുരം വെക്കുമല്ലോ. അങ്ങനെ ഒരു ഭാഗം മാറ്റി വെച്ച് ഒരു ഭാഗം എടുത്ത് ഞങ്ങൾ ചക്കക്കറിയിലേക്കുള്ള സംഭവം സെറ്റ് ആക്കാട്ടോ. ഇത് ഓരോ ചുളയും ഇരിഞ്ഞിരിഞ്ഞ് അരിഞ്ഞിടണം, അതാണ് ടാസ്ക്. അങ്ങനെ ആ പണി ഞങ്ങൾ ഏറ്റെടുത്ത് നമ്മളെല്ലാവരും കൂടി അത് വേഗം ചെയ്ത് തീർത്തിട്ടോ. എനിയുള്ള പണി സുഖമാണ്, അടുപ്പത്ത് വെച്ച് വേവിച്ച് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ടാൽ മതി. അങ്ങനെ ചക്ക ചുള ഇരിയലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൈമയുള്ള വെലിഞ്ഞ് പോക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ തേച്ച് സെറ്റാക്കി. പിന്നെ അതാ കത്തിന്റെ മുകളിലുള്ള വെലിഞ്ഞ് പോക്കാൻ ഇതേപോലെ തീന്റെ മുകളിൽ കാണിച്ചിട്ട് ഇതേപോലെ ഉരുക്കിയെടുത്തിട്ട് തുണിയോ ശീലനോണ്ടോ ഇങ്ങനെ തുടച്ചെടുത്താൽ എല്ലാം പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ കത്തിന്റെ മൂർച്ച കുറയൊന്നും തോന്നുന്നു അറിയില്ല, അത് പിന്നെ മൂർച്ചയാക്കിയാൽ മതി. കത്തി മൂർച്ചാക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അത് മേലെ ടാഗ് ചെയ്യാട്ടോ. അങ്ങനെ ആ ചക്കയിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ച് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചെരണ്ടാട്ടോ അമ്മ. അതിന്റെ ഇടയിലാണ് മുത്ത് വിളിച്ചത്, അതായത് എന്റെ അനിയന്. ഒരു നാട്ടിലില്ല, ഗൾഫിലാണ് കേട്ടോ. ഓനക്കിതൊക്കെ കാണുമ്പോൾ ഓരോ പൂതി, അപ്പോൾ ഓരോ കഥകൾ പറയാണ് ഓന്. പിന്നെ ഞങ്ങളെ പണിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. തേങ്ങയിലേക്ക് ജീരകവും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങോട്ട് നല്ലോണം അരച്ചെടുത്തു. ആ അരച്ചെടുത്ത തേങ്ങ നേരത്തെ വേവിക്കാൻ വെച്ച ചക്കയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. അത് നല്ലോണം വെന്തിക്കുന്നു. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല ഒടിച്ചു കൊടുത്തിട്ടോ. അപ്പൊ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അമ്മ വെറുതെ കഴിച്ചു നോക്കുന്ന പറഞ്ഞപ്പോൾ നല്ല മുളകിട്ട കറിയും കുട്ടിയും കൂടെ തട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.